മിനിറ്റ് കൊണ്ട് റെക്ടിഫിക്കേഷൻ ഓഫ് എറേഴ്സ് പഠിക്കാൻ പറ്റുമോ? 5 മിനിറ്റ് കൊണ്ട് വ്യക്തമായി പഠിപ്പിച്ചു തരാം. ശ്രദ്ധിച്ച് കേൾക്കണം. ഇവിടെ ഒരു ക്വസ്റ്റ്യൻ നോക്കുക. ഏതൊരു ക്വസ്റ്റ്യൻ നിങ്ങളുടെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാലും അവിടെ നിങ്ങൾ അതിനെ 2 പാർട്ടാക്കി മാറ്റണം. ക്രെഡിറ്റ് സെയിൽസ് ടു ബിബിമോൻ ₹10,000 വെയർ റെക്കോർഡ് as 12,000 എന്നാണ് പറയുന്നത്. അപ്പൊ ഇവിടെ ആദ്യത്തെ പാർട്ട് ക്രെഡിറ്റ് സെയിൽസ് ടു ബിബിമോൻ 10,000 എന്നുള്ളതാണ്. അതാണ് കറക്റ്റ് എൻട്രി. അപ്പൊ അതിന്റെ എൻട്രി എന്ത് ചെയ്യുക? കറക്റ്റ് എൻട്രി എന്നുള്ള സ്ഥലത്ത് എഴുതുക. എന്താ ഇതിന്റെ കറക്റ്റ് എൻട്രി? ബിബിമോൻ അക്കൗണ്ട് ഡെപ്റ്റർ ടു ബിബിമോൻ അക്കൗണ്ട് ഡെബിറ്റ് എത്രയാ 10,000 ടു സെയിൽസ്. അപ്പൊ നിങ്ങൾ ആദ്യത്തെ പാർട്ട് മാത്രം വായിക്കുക. അതിന്റെ കറക്റ്റ് എൻട്രി എത്രയാണെന്ന് ഓർക്കുക. ക്ലിയർ ആണോ? ഇനി നിങ്ങൾ രണ്ടാമത്തെ പാർട്ട് വായിക്കുക. എന്താ രണ്ടാമത്തെ പാർട്ട്? വേർ റെക്കോർഡ് as ₹12,000. അതിന് 10,000 പകരം 12,000 ഇത് റെക്കോർഡ് ചെയ്ത് വെച്ചു. 2,000 രൂപ എക്സസ് ആക്കി പോയി. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക? റോങ് എൻട്രി എന്താ ചെയ്ത് വെച്ചേക്കുന്നത്? റോങ് എൻട്രി അടുത്തത് എഴുതുക. ബിബിമോൻ അക്കൗണ്ട് ഫുൾ എഴുതുന്നില്ല. ബിബിമോൻ അക്കൗണ്ട് ഡെപ്റ്റർ 12,000 എഴുതി വെച്ച് കളഞ്ഞവൻ അല്ലേ? അതേപോലെ ടു സെയിൽസിൽ എത്ര എഴുതി വെച്ചു? 12,000 എഴുതി വെച്ച് കളഞ്ഞു. ചോടാ കഷ്ടം. അപ്പോ റോങ് എൻട്രിയും കറക്റ്റ് എൻട്രിയും മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇനി നിങ്ങൾ പഠിക്കേണ്ടത് ഒരു റൂളാണ്. എന്താണ് സാർ ആ റൂള്? നമ്മൾ ഇവിടെ എഴുതിയിട്ടുണ്ട് കേട്ടോ. നിങ്ങൾ ഏതെങ്കിലും ഒരു അക്കൗണ്ട് റോങ് ആയി ഡെബിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ റോങ് എൻട്രിയും റൈറ്റ് എൻട്രിയും തമ്മിൽ കമ്പയർ ചെയ്യുക. എന്നിട്ട് അതിൽ എന്താ മനസ്സിലാക്കുക? റോങ് ആയ ഒരു അക്കൗണ്ട് അറിയാതെ ഡെബിറ്റ് ചെയ്തു പോയി എന്ന് മനസ്സിലാക്കിയാൽ നിങ്ങൾ ആ അക്കൗണ്ടിനെ ക്രെഡിറ്റ് ചെയ്താൽ മതി. പ്രശ്നം തീർന്നു. ഇനി റോങ് ആയി നിങ്ങൾ ക്രെഡിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലോ നേരെ റിവേഴ്സ് ഡെബിറ്റ് ചെയ്യുക. ഓക്കെ, ഒരാൾക്ക് നമ്മൾ പേയ്മെന്റ് കൊടുക്കുന്നതായിട്ട് ആലോചിക്കുക. ഒരാൾക്ക് നമ്മൾ തെറ്റായി കൊടുത്തു പോയെങ്കിൽ തിരിച്ചു മേടിക്കുക. ക്ലിയർ? ഇനി അടുത്തത് എക്സസ് ഡെബിറ്റ്, അതായത് കൊടുത്തത് കൂടിപ്പോയി. അപ്പോഴും നമ്മൾ കൊടുത്തത് കൂടിപ്പോയത് അത് തിരിച്ചു മേടിക്കുക. ദാറ്റ് മീൻസ് അത് ക്രെഡിറ്റ് ചെയ്യുക. ഇനി എക്സസ് ക്രെഡിറ്റ് കൂടിപ്പോയി. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക? അതിന്റെ റിവേഴ്സ് തിരിച്ചു മേടിക്കുക, ഡെബിറ്റ് ചെയ്യുക. ക്ലിയർ ആണോ? യെസ്. ഇനി സെയിം അല്ലെങ്കിൽ നോക്കൂ, ഡെബിറ്റ് നമ്മൾ ചെയ്യണമായിരുന്നു ഒരു അക്കൗണ്ടിൽ. അതായത് ഒരാൾക്ക് എന്തോ കൊടുക്കണമായിരുന്നു. ഞാനിത് ശരിക്കും മനസ്സിലാവാൻ വേണ്ടിയാണ് ഒരാൾക്ക് കൊടുക്കണം എന്നൊക്കെ പറയുന്നത്. ശരിക്കും അങ്ങനെയല്ല കേട്ടോ. ഓക്കെ, ഇപ്പൊ ഡെബിറ്റ് ഒരാൾക്ക് കൊടുക്കണമായിരുന്നു, അത് വിട്ടുപോയി. അപ്പൊ ഇത് ഇപ്പൊ കൊടുക്കുക. ദാറ്റ് മീൻസ് ഡെബിറ്റ് ഒമിറ്റ് ചെയ്താൽ ഇപ്പൊ ഡെബിറ്റ് ചെയ്യുക. ഓക്കെ, അതാണ് ലോജിക്ക്. ഡെബിറ്റ് നമ്മൾ വിട്ടുപോയെങ്കിൽ ഇപ്പൊ ഡെബിറ്റ് ചെയ്യുക. പ്രശ്നം തീർന്നു. ഇനി ക്രെഡിറ്റ് ഉണ്ടായിരുന്നു, ക്രെഡിറ്റ് വിട്ടുപോയി. അപ്പൊ ഇപ്പൊ ക്രെഡിറ്റ് ചെയ്തോ. എന്തെങ്കിലും ചെയ്യാൻ വിട്ടുപോയി, അത് തിരുത്താൻ വേണ്ടി എന്ത് ചെയ്താൽ മതി? ഇപ്പൊ ചെയ്താൽ പോരെ? യെസ് സർ. ഇനി അടുത്തത് ഷോർട്ട് ഡെബിറ്റ്, അതായത് കുറച്ച് ഡെബിറ്റ് ചെയ്തത് കുറഞ്ഞു പോയി. ഇപ്പൊ 10 രൂപ ഡെബിറ്റ് ചെയ്യേണ്ടടുത്തതിന് 6 രൂപ ഡെബിറ്റ് ചെയ്ത് വെച്ചു. അപ്പൊ നമ്മൾ എന്ത് ചെയ്താൽ മതി? ബാക്കി 4 കൂടി ഡെബിറ്റ് ചെയ്താൽ മതി. എത്രയാണോ കുറഞ്ഞു പോയത് അത്രയും വീണ്ടും ഡെബിറ്റ് ചെയ്യുക. ഒരാൾക്ക് 10 രൂപ കൊടുക്കുന്നിടത്ത് 6 രൂപ കൊടുത്താൽ 4 കൂടി കൊടുക്കുക. കഴിഞ്ഞു. ഇനി ഷോർട്ട് ക്രെഡിറ്റ് കുറഞ്ഞു പോയി. അതായത് ഒരു 10 രൂപ എടുത്ത് 7 രൂപ കൊടുത്താൽ 3 രൂപ കൊടുക്കുന്ന പോലെ, അതായത് ക്രെഡിറ്റ് അഗൈൻ. എന്താണോ കുറഞ്ഞു പോയത്, അത് എത്രയാണോ കുറഞ്ഞത് അതൊന്നും കൂടി ചെയ്യുക. പ്രശ്നം തീർന്നു, പരിപാടി തീർന്നു. യെസ് സാർ. അങ്ങനെയാണെങ്കിൽ നമ്മൾ ആ ക്വസ്റ്റ്യനിലേക്ക് തിരിച്ചു വരാം. ബിബിമോൻ അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്യേണ്ടിയിരുന്നത് 10,000 ആയിരുന്നു. റോങ് എൻട്രി പ്രകാരം ബിബിമോൻ അക്കൗണ്ടിൽ നമ്മൾ 12,000 ഡെബിറ്റ് ചെയ്തു. അപ്പൊ കുറഞ്ഞു പോകണം ചെയ്തത് അല്ല, കൂടിപ്പോയി. ഡെബിറ്റ് കൂടിപ്പോയി. അപ്പൊ നമ്മൾ റൂൾ അനുസരിച്ച് എന്താ ചെയ്യേണ്ടേ? എക്സസ് ഡെബിറ്റ് ചെയ്ത് വെച്ചു. അപ്പൊ നമ്മൾ എത്രയാണോ എക്സസ് ആയത് അത് ക്രെഡിറ്റ് ചെയ്യണം. ബിബിമോൻ അക്കൗണ്ടിൽ 2,000 കൂടിപ്പോയെങ്കിൽ അടുത്ത റെക്ടിഫിക്കേഷൻ എൻട്രിയിൽ ബിബിമോനെ ക്രെഡിറ്റ് ചെയ്യണം. എത്രയാ കൂടിപ്പോയത്? 2,000. ശരിയാണോ സാർ? ശരിയാണ്. അടുത്തത് സെയിൽസ് അക്കൗണ്ടിൽ 10,000 ആയിരുന്നു ചെയ്യേണ്ടിയിരുന്നത്, അതും ക്രെഡിറ്റ്. എന്നാൽ സെയിൽസ് അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്തു, പക്ഷെ എത്രയാ ചെയ്തത്? 12,000. എക്സസ് ക്രെഡിറ്റ് ചെയ്തത് കൂടിപ്പോയി. അപ്പൊ എന്ത് ചെയ്യുക സാർ? തിരിച്ചു പിടിക്കടാ. 2,000 രൂപ സെയിൽസിൽ നിന്ന് തിരിച്ച് ഡെബിറ്റ് ചെയ്യും. 2,000 ക്രെഡിറ്റ് കൂടിപ്പോയി കഴിഞ്ഞാൽ, എക്സസ് ആയി കഴിഞ്ഞാൽ എക്സസ് ക്രെഡിറ്റ് ആയാൽ ഡെബിറ്റാ ചെയ്യേണ്ടത്. നേരെ സെയിൽസ് അക്കൗണ്ടിന് ഡെബിറ്റ് ചെയ്യണം. എത്ര? 2,000. അപ്പൊ സാറേ നോക്ക്, സെയിൽസ് അക്കൗണ്ട് ഡെപ്റ്റർ ബിബിമോൻ അക്കൗണ്ട് 2,000. എൻട്രി കിട്ടി. ഇങ്ങനെ നിങ്ങൾക്ക് കമ്പയർ ചെയ്തിട്ട് ഇങ്ങനെ വേണമെങ്കിൽ എഴുതാൻ പറ്റും. ഇനി നിങ്ങൾ ചിന്തിക്കുക, ഒരു വൺ സൈഡ് എററാന്ന് വിചാരിക്കുക. ഒരു അക്കൗണ്ടിൽ മാത്രമേ തെറ്റ് പറ്റിയിട്ടുള്ളൂ. കമ്പയർ ചെയ്യുന്ന സമയത്ത് ഫോർ എക്സാമ്പിൾ വൺ സൈഡ് എറർ നമുക്ക് നോക്കാം. ഓക്കെ, ക്രെഡിറ്റ് സെയിൽസ് ടു ബിബിമോൻ 10,000. ഓക്കെ, നേരത്തെ എൻട്രി തന്നെ, സെയിം എൻട്രി തന്നെ അല്ലേ? സെയിം എൻട്രി. എന്താ, ഞാൻ ഫുൾ എഴുതുന്നില്ല, ബീസ് അക്കൗണ്ടിൽ മാത്രമേ എഴുതുന്നുള്ളൂ. 10,000 സെയിൽസ് അക്കൗണ്ടിൽ കറക്റ്റ്. ഓക്കെ, സെയിൽസ് അക്കൗണ്ട് എത്രയാ വരിക? 10,000. ഇങ്ങനെയായിരുന്നു വരേണ്ടത്. ഇനി ബാക്കി വായിക്കും. ഞാൻ പറഞ്ഞു ക്വസ്റ്റ്യൻ എപ്പോഴും ആദ്യം മാത്രം വായിക്കുക. രണ്ടാമത് വായിക്കുമ്പോൾ വേർ പോസ്റ്റഡ് ടു ഹിസ് അക്കൗണ്ട് 12,000. ഇവിടെ ക്വസ്റ്റ്യനിൽ വേർ റെക്കോർഡറസ് എന്നല്ല പറഞ്ഞേക്കുന്നത്. അല്ലെങ്കിൽ ആദ്യത്തെ ജേർണലിന്റെ സബ്സിഡറി ബുക്സിലോട്ട് റെക്കോർഡ് ചെയ്തപ്പോൾ തന്നെ മാറിപ്പോയി എന്ന് പറയുന്നില്ല. പോസ്റ്റിങ്ങിന്റെ സമയത്ത്, അതായത് ആദ്യം റെക്കോർഡ് ചെയ്തപ്പോൾ കറക്റ്റാ, പോസ്റ്റിങ്ങിന്റെ സമയത്ത് ബിബിമോന്റെ അക്കൗണ്ടിൽ മാത്രം, ഹിസ് അക്കൗണ്ട് കണ്ടോ, അവന്റെ അക്കൗണ്ടിൽ മാത്രം 12,000 എഴുതി വെച്ചു. അപ്പൊ അതിന്റെ അർത്ഥം സെയിൽസിൽ കുഴപ്പമൊന്നുമില്ല, ബിബിമോന്റെ അക്കൗണ്ടിലാണ് 12,000 ആയി പോയത്. അപ്പൊ ക്വസ്റ്റ്യൻ ഫുൾ വായിക്കുമ്പോൾ അങ്ങനെ നമ്മൾ മനസ്സിലാക്കണം. ഓക്കെ, അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക? ബിബിമോന്റെ അക്കൗണ്ടിൽ മാത്രം പോസ്റ്റ് ചെയ്തപ്പോൾ മാറിപ്പോയി എന്ന് പറഞ്ഞാൽ ബിബിമോന്റെ അക്കൗണ്ടിൽ എത്ര എഴുതി വെച്ചു? 12,000 എഴുതി വെച്ചു.
ഓക്കെ, അപ്പൊ സെയിൽസിൽ കുഴപ്പമൊന്നുമില്ല. സെയിൽസിൽ നമ്മൾ എത്ര ആയിരിക്കും എഴുതിയിട്ടുണ്ടാവുക? 10 തന്നെയായിരിക്കും. സെയിൽസ് അക്കൗണ്ടിൽ 10 തന്നെ എഴുതി വെച്ചിട്ടുണ്ടാവുക. അപ്പം എവിടെയാ കൂടിപ്പോയത്? ബിബിമോന്റെ അക്കൗണ്ടിൽ മാത്രം 2K എക്സസ് ആയി പോയി. നേരത്തെ പറഞ്ഞു എക്സസ് ആയാൽ റിവേഴ്സ് ചെയ്യണം. അപ്പൊ 2K നമ്മൾ എന്ത് ചെയ്യണം? റിവേഴ്സ് ചെയ്യണം. ടു ബിബിമോൻ ക്രെഡിറ്റ് ചെയ്തു. ബിബിമോൻ ക്രെഡിറ്റ് ചെയ്തു. എത്ര 2000 ക്രെഡിറ്റ് ചെയ്തു. അപ്പൊ സാറേ ഇവിടെ നോക്കൂ, സെയിൽസിൽ 10,000 ആയിരുന്നു വേണ്ടത്, 10,000 തന്നെയാണ് അവർ എഴുതിയത്. അപ്പോൾ അവിടെ തെറ്റൊന്നും ഇല്ലല്ലോ. അപ്പൊ ഇവിടെ ആരെ എഴുതും? എടാ ഇവിടെ എഴുതാൻ ആളെ കിട്ടാനില്ല. കാരണം ഒരു അക്കൗണ്ടിലേ ഇവിടെ തെറ്റുള്ളൂ. വൺ സൈഡ് എറർ ആണ് സാർ. അപ്പൊ അവിടെ നമ്മൾ സസ്പെൻസ് അക്കൗണ്ട് എഴുതും. അപ്പൊ വൺ സൈഡ് എറേഴ്സിൽ നമ്മൾ രക്ഷിക്കാൻ എത്തുന്ന രക്ഷകനാണ് ആര്? സസ്പെൻസ് അക്കൗണ്ട്. ക്ലിയർ? അപ്പൊ 2 സൈഡ് എറർ ആണെങ്കിൽ കുഴപ്പമില്ല, 2 അക്കൗണ്ട് ഉണ്ട്. 1 സൈഡ് എറർ ആണെങ്കിൽ ഒരു എൻട്രി നമ്മൾ എന്ത് ചെയ്യുന്നു? എഴുതി അപ്പുറത്താരെ കൊണ്ട് കൊടുക്കുക? സസ്പെൻസ് അക്കൗണ്ടിനെ കൊടുക്കുക. ക്ലിയർ ആണോ? യെസ് സാർ. ഇനി നമ്മൾ പർച്ചേസ് ബുക്ക് ഓവർകാസ്റ്റ് എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ടല്ലോ. ഏതോ ബുക്കുകൾ ഓവർകാസ്റ്റ് ചെയ്യുക. അപ്പൊ നിങ്ങൾ ഒന്നും ചിന്തിക്കണ്ട, സെയിം റൂൾ അപ്ലൈ ചെയ്യുക. പർച്ചേസിന് എന്ത് ബാലൻസാ? ഡെബിറ്റ്. ഓക്കെ, പർച്ചേസിന് ഡെബിറ്റാ, അത് ഓവർ ആയി പോയി. അപ്പൊ എന്ത് ചെയ്യുക? എക്സസ് ആയി പോയി എന്നർത്ഥം. ക്രെഡിറ്റ് ചെയ്യുക, പർച്ചേസിനെ ക്രെഡിറ്റ് ചെയ്യുക. സാർ പർച്ചേസിൽ മാത്രമല്ലേ പ്രശ്നമുള്ളൂ, ഒരു അക്കൗണ്ടിലല്ലേ പ്രശ്നമുള്ളൂ. അപ്പൊ അപ്പുറത്ത് ആരെങ്കിലും വേണ്ടേ? രക്ഷകൻ. ആരാ? സസ്പെൻസ് അക്കൗണ്ട്. ഓക്കെ, ഇനിയിപ്പം പർച്ചേസ് ബുക്ക് അണ്ടർകാസ്റ്റ് ആയി പോയി എന്ന് വിചാരിക്കുക. പർച്ചേസ് ബുക്ക് അണ്ടർകാസ്റ്റ്, പർച്ചേസിന് എന്ത് ബാലൻസാ? ഡെബിറ്റ്, അത് അണ്ടർ ആയി പോയി, കുറഞ്ഞു പോയി. അപ്പൊ എന്ത് ചെയ്യുക? തിരിച്ചു കൂട്ടണമെങ്കിൽ പർച്ചേസിന് എന്ത് ചെയ്യണം? വീണ്ടും ഡെബിറ്റ് ചെയ്യണം. അതായത് ഡെബിറ്റ് ബാലൻസ് കുറഞ്ഞു, ഷോർട്ടാണ്. റൂൾ എന്താ പറഞ്ഞേ? ഷോർട്ട് ആണെങ്കിൽ വീണ്ടും ഡെബിറ്റ് ചെയ്യുക. എത്രയാണോ ഷോർട്ട് ആയത് അത് ഡെബിറ്റ് ചെയ്യുക. അപ്പുറത്താരെ? രക്ഷകൻ. സസ്പെൻസ് അക്കൗണ്ട്. ക്ലിയർ. ഇനി സെയിൽസ് ബുക്ക് ആണെങ്കിലോ? സെയിൽസ് ബുക്ക് ഓവർകാസ്റ്റ് കഴിഞ്ഞാൽ സെയിൽസിന് എന്താ ബാലൻസ്? ക്രെഡിറ്റ്. അപ്പൊ ക്രെഡിറ്റ് ഓവർ ആയി പോയി എന്ത് ചെയ്യണം? തിരിച്ച് ഡെബിറ്റ് ചെയ്യണം. എത്രയാണോ ഓവർ ആയത് അത്രയും ഡെബിറ്റ് ചെയ്യണം. അതാ സെയിൽസിന് ഡെബിറ്റ് ചെയ്തു. അപ്പുറത്താരിട്ട് കൊടുക്കുക? സസ്പെൻസ് അക്കൗണ്ട്. അണ്ടർകാസ്റ്റ് ആയി പോയി, സെയിൽസിന് ഡെബിറ്റാ. അണ്ടർകാസ്റ്റ്, സെയിൽസിന് ക്രെഡിറ്റ് ബാലൻസാ, ക്രെഡിറ്റ് കുറഞ്ഞു പോയി. അപ്പൊ വീണ്ടും അത്രയും കൂടി ക്രെഡിറ്റ് ചെയ്യുക. അപ്പുറത്തെ സസ്പെൻസ് അക്കൗണ്ട് ഇട്ട് കൊടുക്കുക. അല്ലേ? എളുപ്പമാണ് ഇത് മുഴുവൻ. അത്രയും ചെറിയ സമയത്തുള്ളിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതൊക്കെ മനസ്സിലാക്കിക്കോളൂ. മനസ്സിലാവാത്തവർ ഇനിയും ഉണ്ടെങ്കിൽ നമ്മുടെ എന്ത് ചെയ്യുക? ലൈവിൽ പങ്കെടുക്കുക. കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് പഠിപ്പിച്ചു തരാം. ഇത് ചെറിയ സമയത്തിൽ പഠിപ്പിച്ചതാണ്. മറ്റൊരു വീഡിയോയിൽ കാണാം. ബൈ.